കാട്ടാനാക്രമണങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ആശ്വാസ വാക്കുകളോ നഷ്ടപരിഹാരമോ നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ലെന്ന് കോടതി പറഞ്ഞു. വന്യമൃഗ ആക്രമണം തടയാനായി ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ അമിക്കസ് ക്യൂറിമാരെ നിയോഗിച്ചു എന്ന സുപ്രധാന വിവരം കൂടി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശ്രീകാന്തിനോട് ചോദിക്കാം. ശ്രീകാന്ത്, ഈ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഘട്ടത്തിൽ. കാരണം നിരന്തരം ആവർത്തിക്കപ്പെടുന്ന വന്യജീവി ആക്രമണം, അതിൽ ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിയുന്നു. അതിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം ഈ അമിക്കസ് ക്യൂറിമാരെയും കൂടെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. എന്താണ് കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ, കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഒപ്പം കോടതി എന്താണ് പറയുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. അതായത് ഈ കാട്ടാന ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയ ജനം, ഈ ഏറ്റവും ഒടുവിൽ ആ ജനത്തിന് ആശ്വാസവുമായി ഹൈക്കോടതി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാട്ടാന ആക്രമണങ്ങളെ കുറിച്ച് പതിവായി കേൾക്കുന്നത് നിരാശാജനകമെന്ന് കോടതി പറയുന്നു. ആശ്വാസ വാക്കുകളോ നഷ്ടപരിഹാരമോ നഷ്ടപ്പെട്ട ജീവന് പകരമാകില്ല. ഹൈറേഞ്ചുകളിലും വനമേഖലകളിലും ജനങ്ങൾ മരണഭീതിയിലാണ്. പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ട് പോയില്ല. ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഷ്ടപരിഹാര പദ്ധതികൾ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. വന്യമൃഗ ആക്രമണം തടയാനായി ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ കോടതി പറയുന്നുണ്ട്. വിഷയത്തിൽ അമിക്കസ് ക്യൂറിമാരായി MP മാധവൻകുട്ടിയും ലിജി വടക്കേടവും നിയമിതരായിട്ടുണ്ട്. ഇവർ കൃത്യമായ വിവരം കോടതി അറിയിക്കുകയും ചെയ്യും. ഒരു ശാശ്വതമായ പരിഹാരം കോടതി ഇടപെടലിലൂടെയെങ്കിലും പ്രതീക്ഷിക്കാം.